ബൈ അഖിൽ ആൻഡ് ഗോപിക. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം, അത് ഞാൻ പറഞ്ഞല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ നല്ല പെട്ടി എന്റെ മാലയൊക്കെ ഇട്ടിട്ട് ഇപ്പത്തെ സാധനം ഉണ്ട്. ഇത് എന്തിനാണെങ്കിൽ മനസ്സിലായില്ല. ചോദിച്ചാൽ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര പ്രൈസ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇതിൽ വീഡിയോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ മെയിൻ പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു വ്ളോഗിങ് തുടങ്ങുന്ന ഒരാൾക്ക് DSLR എടുക്കണോ അതോ GoPro എടുക്കണമെന്നുണ്ടെങ്കിൽ ഹലോ ഗൈസ്, വാച്ചിങ് AG ഡയറീസ് ബൈ അഖിൽ ആൻഡ് ഗോപിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ആക്ച്വലി അൺബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനത്തിന്റെ അൺബോക്സിംഗ്. കുറ്റം പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഒരു ആവശ്യമില്ലാത്തൊരു സാധനം വാങ്ങിച്ചതുകൊണ്ടാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫൈനലി ഞങ്ങളല്ലേ GoPro 9 വാങ്ങിട്ടോ. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് സംഭവങ്ങളുമാണ്. ഇത് വാങ്ങിച്ചു കുറ്റം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം, അത് ഞാൻ പറഞ്ഞല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചാനൽ മോണിറ്റൈസും ആയിട്ടില്ല, ഒരു കുന്തോ ആയിട്ടില്ല, അതൊന്നും ആവാണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. യൂട്യൂബ് കണ്ടിട്ടല്ലേ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. യൂട്യൂബ് തന്നിട്ടൊന്നും അയച്ചിട്ടില്ല, മോണിറ്റൈസ് ആയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഇതൊക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു ധൈര്യം ഞാൻ സമ്മതിക്കുന്നു കുട്ടികളെ. ആ ബ്ലിസ് മാത്രമേ ഉള്ളൂ കയ്യില്. അങ്ങനെ ബ്ലിസ് കിട്ടിയപ്പോ ബ്ലിസും കൊണ്ട് നമ്മൾ അത് അൺബോക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 ആഴ്ചയല്ലേ. നമ്മളെ വാങ്ങിക്കാൻ സഹായിച്ച DXPയിലുള്ള പ്രജോഷിനും മനസ്സിനും നന്ദി അടിച്ചോളൂ. പിന്നെ ഇത് കൊണ്ടുവന്ന 2 കുട്ടികളുണ്ട്, അവർക്കും നന്ദി അടിച്ചോളൂ. അപ്പൊ സംഭവം നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗ് സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ ആദ്യമായിട്ട് GoPro കാണുന്നത്, ഞാൻ ആദ്യമായിട്ട് കൈ കാണുന്നത് ആദ്യമേ നമ്മൾ കാണുന്നത് തന്നെ ആദ്യമായിട്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഒരു പിന്നെ പൊട്ടിച്ചേട്ടോ നേരത്തെ പൊട്ടിച്ചു നോക്കി. അപ്പൊ അത് പൊട്ടിക്കുമ്പോ നമുക്ക് അന്ന് നമ്മൾ പൊട്ടിച്ചത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സിംഗ് കിടക്കാം. പണ്ടൊക്കെ GoPro വരുന്നത് എന്താ വേറൊരു പാക്കിംഗ് ഒക്കെ ആയിരുന്നു. അത് ഞാൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാണ് പറയുന്നിട്ടോ. എല്ലാ സീരീസും വാങ്ങിച്ചേക്കും. ഇത്തവണ പ്ലാസ്റ്റിക് ഒഴിവാക്കാനായിരിക്കും അവർ ഇങ്ങനെ ആക്കി. ഇപ്പൊ പേപ്പറിലാണ് വരുന്നത് ഫുള്ളായിട്ട്. നല്ല പെട്ടി എന്റെ മാലയൊക്കെ ഇട്ട് വെക്കാൻ, ഇതിട്ട് വെക്കാനാണോ? ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാരെയും റിവ്യൂ വീഡിയോ കണ്ടാൽ മനസ്സിലായി എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ. അല്ല, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, അതാണ് ചക്കീന് മാങ്ങയാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞതിനൊക്കെ ഭയങ്കര സ്റ്റെബിലൈസേഷൻ കൂടുതൽ എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് ഈ സാധനത്തേക്ക് പെട്ടി പിടിക്കും. അപ്പോൾ ഇതാണ് ക്യാമറ. കാണുന്ന പോലെ ചെറിയ ക്യാമറയാണ്. കണ്ടു, എൻ്റെ സ്റ്റിക്കറൊന്നും ഇളക്കണില്ല തൽക്കാലം. ഒരെണ്ണം മാത്രം ഇളക്കി. ഇത് ഇരിക്കട്ടെ. പിന്നെ കേബിളുണ്ട്, പിന്നെ എന്തൊക്കെയോ മൗണ്ടൊക്കെ ഉണ്ട് ബൈക്കിലൊക്കെ പോകുന്നവർക്ക് വയ്ക്കാൻ. പിന്നെ ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററി ഇടാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഇതിങ്ങനെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാക്കിയാണ് ഇങ്ങനെയൊക്കെ ഓപ്പണിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വല്ലവരെയും വീഡിയോ നോക്കി മനസ്സിലാക്കിയതാണ്. നിനക്കൊന്നും തീരെ പിടിക്കുന്നില്ലല്ലോ ഇത് കണ്ടിട്ട്. അപ്പോൾ ഇത് ബാറ്ററി ഇട്ട് ഇതിനകത്തൊരു മെമ്മറി കാർഡ് ഉണ്ടോ? മെമ്മറി കാർഡ് അതിനകത്ത് സൈഡിൽ തന്നെ ഉണ്ട്. മെമ്മറി കാർഡ് ചാർജ് ചെയ്യുന്ന സ്ലോട്ടും ഒക്കെ ഇതിനകത്താണ്. എല്ലാം വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഇതിനകത്തായിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാധനമുണ്ട്. ഇത് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. തുറക്കാൻ പറ്റുന്ന സാധനമാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇത് ഓണാക്കി വെക്കാം. ഇത്രയും പൈസ കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ട് ആകെ 2 സ്വിച്ചേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ വിഷമം. കം ഹിയർ. ഇതാണ് സ്ക്രീൻ. കണ്ടു, അങ്ങനെ പ്രത്യേകം വെച്ചാൽ ഫ്രണ്ടിലെ സ്ക്രീനുണ്ട്. ബാബു, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് മേടിച്ച് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര പ്രൈസ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇത് ദുബായിൽ നിന്നാണ് വാങ്ങിച്ചത്, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു 1790 ദർഹമായി. ഇവിടുത്തെ ഒരു 37 ഒക്കെ. പക്ഷെ ഇവിടെ ഷോപ്പിലേക്ക് ഇപ്പോൾ 49, 47 ഒക്കെയാണ് പ്രൈസ്. ഇവിടെ കിട്ടാനില്ലായിരുന്നു, ഇപ്പം കിട്ടി തുടങ്ങി. ഇതിപ്പോൾ മേടിച്ചിട്ട് തന്നെ ഒരു മാസമായി. എൻ്റെ കിട്ടി 2 ആഴ്ച ആവാറായി. ഇപ്പോഴാണ് പൊട്ടിക്കാൻ പറ്റി. ക്വാറന്റൈനിലൊക്കെ ഇരുന്നിട്ടാണ് വെളിയിൽ വന്നത്, അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് എന്താ അൺബോക്സിങ്ങിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ അറിയത്തില്ലാത്ത നമ്മൾ പുറത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് അതൊക്കെ ആ ഇൻഫർമേഷനൊക്കെ പറയാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ പുറത്തുകൊണ്ട് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നമുക്കൊരു DSLR വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ DSLRൽ നമ്മൾ എക്സ്ട്രാ മൈക്ക് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും
സൗണ്ട് ഇങ്ങനെ എന്താ കാക്ക വിളിക്കുന്നതും പുറത്തുനിന്നുള്ള വിൻ്റൊക്കെ ഒരുപാട് അറിയാൻ പറ്റും. പക്ഷേ ഇതിലങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അവസാനം കാണിച്ചുതരാം. പിന്നെയെന്ന് വെച്ചാൽ എന്താ നമ്മൾ നടക്കുമ്പോഴും നല്ല സ്റ്റെബിലിറ്റിയാണ്, ഷേക്കൊന്നും ആകത്തില്ല. നമ്മളിപ്പോൾ ഒന്ന് കുലുങ്ങിയാൽ പോലും നല്ല എന്താ ഗിംബൽ എടുത്ത പോലെ തന്നെ വിഷ്വൽസ് കിട്ടും. ഗിംബൽ പോലെ തന്നെ കിട്ടും. ഗിംബലിനെക്കാട്ടി മെച്ചമാണെന്ന് തോന്നിയിട്ടില്ല, ഗിംബൽ പോലെ കിട്ടും. പിന്നെ ഒരുപാട് ചോദിച്ച സംശയം എന്ന് വെച്ചാൽ ഇതിൽ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, ടൈം ലാപ്സ്, സ്ലോ മോഷൻ എല്ലാം എടുക്കാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോയിൽ കാണിച്ചിടാം. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നല്ല വൈഡായിട്ട് കിട്ടും, നല്ല വൈഡ് ആംഗിളിൽ കിട്ടും. ഒരു വലിയ ഏരിയ ഒന്നിച്ച് നമുക്ക് ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റും. ആ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എന്നുവെച്ചാൽ ഇത് ആ തീരെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്, ചില വലിയ കുജികൾക്ക് വേണ്ടി പറയുന്നതല്ല, സാധാരണക്കാർക്ക് വേണ്ടി പറയുന്ന റിവ്യൂ ആണ്. ആണിത് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൽ 5K ഒക്കെ റെക്കോർഡ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ശരിയാണ്, പക്ഷെ നമുക്കത് എന്താ എഡിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. പിന്നെ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് 4K പോലും ആവശ്യമില്ല, എന്നാലും 4K ഒക്കെ എടുക്കാം, എന്നാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേ 5K ഒന്നും നമ്മളുടെ ലാപ്പിലൊന്നും സപ്പോർട്ട് ചെയ്യാനൊക്കെ പാടായിരിക്കും. പിന്നെ ഇതെന്താ വെള്ളത്തിൽ മുക്കാൻ പറ്റും, വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. 10 മീറ്റർ എന്തോ വരെ വെള്ളത്തിൽ മുക്കാൻ പറ്റും. നമ്മൾ പുറത്ത് പോയപ്പോൾ വെള്ളത്തിൽ മുക്കാൻ നിൽക്കുമ്പോൾ ശ്രമിച്ചായിരുന്നു, പക്ഷേ പിന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. എന്നുവെച്ചാൽ എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്കിൽ വെള്ളം കയറി പോവുക, എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് എൻ്റെ ഡൗട്ട്. അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ അവിടെ വെള്ളത്തിൽ മുക്കാതെ, വെള്ളത്തിൽ മുക്കുമ്പോൾ മൈക്ക് ക്ലാരിറ്റി കുറയണമെങ്കിൽ നമുക്ക് വ്ളോഗിങ് പർപ്പസിന് മൈക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് പോയ പാടായതുകൊണ്ടാണ് മുക്കായിരുന്നത്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ കവർ വാങ്ങിച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞത്. കവർ ഇട്ടാൽ വാട്ടർ പ്രൂഫ് കൂടുതൽ ഡിസ്റ്റൻസ് ലെങ്ത് കിട്ടും, ഡെപ്ത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ കവർ ഇട്ടിട്ട് മുക്കി നോക്കാമെന്നാണ് നമുക്ക് കരുതിയത്. അപ്പോൾ അത് മൈക്കിൻ്റെ ഡൗട്ടുണ്ട്, അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും പറഞ്ഞായിരുന്നു. പിന്നെ മെയിൻ പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ പ്രശ്നമല്ല, ഇങ്ങനെ ഡ്രോപ്പിലേക്കെല്ലാം ഉണ്ട്, ചാർജിങ് ഒരുപാട് സമയം കിട്ടത്തില്ല. കൂടി ഇപ്പോൾ 1-2 മണിക്കൂറൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും, പവർ ബാങ്ക് നമുക്ക് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും എക്സ്ട്രാ ബാറ്ററി ഒക്കെ മേടിക്കാറുണ്ട്. പക്ഷേ ഇതിനെ Hero 9 ഇപ്പോൾ ഇറങ്ങിയോണ്ട് ബാറ്ററിയും ഒന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ ആക്സസറീസ് ആയിട്ട് ഒന്നും, ഒരു സ്റ്റിക്ക് മാത്രം നമ്മൾ മേടിച്ചിട്ടുണ്ട്, അല്ലാതെ എക്സ്ട്രാ ഒന്നും അവൈലബിൾ അല്ല ഇപ്പം. വെച്ചാൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവറോളായിട്ടൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു DSLR ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യുന്നുണ്ട്. നമ്മളിത് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഇതാണ്, കാരണം സൗണ്ട് കിട്ടുന്നുണ്ട്, പിന്നെ സ്റ്റെബിലിറ്റി. DSLR വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല, വീഡിയോ എല്ലാം അങ്ങനെ ഷേക്ക് ചെയ്ത് പോകും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഹാൻഡിയാണ്, ഒരുപാട് നല്ല ഹാൻഡിയാണ്. ചാർജിങ്ങിൻ്റെ പ്രശ്നം നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വ്ളോഗിങ് തുടങ്ങുന്ന ഒരാൾക്ക് DSLR എടുക്കണോ അതോ GoPro എടുക്കണമെന്നുണ്ടെങ്കിൽ GoPro തന്നെ ചൂസ് ചെയ്യും. നോക്കൂ, ഇത് നമ്മൾ വൈഡിൽ ഇട്ടെടുക്കുകയാണ്. ഇതിൽ 4Kയും 5K ഒക്കെ ഉണ്ട്. നമ്മളെ കാണാൻ കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. പക്ഷെ 4Kയിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. 5K ഒക്കെ നമ്മളെ ലാപ്പ് ചിലപ്പോൾ അടിച്ചു. വെള്ളത്തിൽ മുക്കണമെന്നുള്ള ആഗ്രഹമായി ഞാൻ വെള്ളത്തിൽ നിൽക്കുന്നു. ഇല്ല, വെള്ളത്തിൽ മുക്കിയുള്ള ബ്ലസ് പിന്നെ തേടുന്നതാണ്. ഇപ്പം ആ ബ്ലസ് വേണ്ട. ഓടിയൊക്കെ നോക്കി ആ മുതലാളി, കമൽ മുതലാളി എന്നിട്ട് കളിയാക്കുകയും ചെയ്യും, കുറ്റം പറയുകയും ചെയ്യും. സംഭവം എന്താണ്, ഞാൻ പറഞ്ഞ ഒരു കാര്യം തിരിച്ചെടുത്തട്ടെ, അതുകൊണ്ട് യൂസ് ഇല്ല എന്ന് ഞാൻ പറയണില്ല. സംഭവം പൊളിപ്പായിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ലുക്കായിട്ട് തോന്നുന്നു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് വീഡിയോ കൊള്ളാം, ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, നല്ലതായിട്ട് വെളുത്തിരിക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. ആൻഡ് പിന്നെന്താ, അത്രയൊക്കെ നമുക്ക് പറയാറുള്ളൂ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാറില്ല. നമുക്ക് പറയാൻ ഒരെണ്ണം മാത്രമേ തെറ്റിയിട്ടുള്ളൂ, ബാക്കി എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഇനിയല്ല ഇതിനകത്തായിരിക്കും. അപ്പോൾ നമ്മളും പറയാം, നമുക്ക് മനസ്സിലാവുന്ന വഴിയേ നമ്മൾ പറയാം. ആൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.